നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ FCയുമായിട്ട് കളിക്കുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 7:30 കൊൽക്കത്തയിലാണ് മത്സരം നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് അവേ മത്സരമാണ് എന്നർത്ഥം. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് സാധ്യതകൾ ഇങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒഡീഷയുടെ വിജയമൊക്കെ തിരിച്ചടിയായിട്ടുണ്ട്. എങ്കിൽ പോലും 17 കളികളിൽ നിന്ന് 21 പോയിൻറ്റുമായിട്ട് 8ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സ് സ്റ്റിൽ പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈസ്റ്റ് ബംഗാൾ ആവട്ടെ 16 കളികളിൽ നിന്നും 14 പോയിൻ്റാണ്. 11ാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. പ്രശ്നങ്ങളിലാണ് അവരും ഉള്ളത്. പരിക്കൊക്കെ വല്ലാതെ അവരുടെ ടീമിനെ വലക്കുന്നുണ്ട്. സസ്പെൻഷൻ അവരുടെ ടീമിനെ വലക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിതിവിശേഷവും വ്യത്യസ്തമല്ല. കുറേ പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഡ്യൂസൻ ലഗാതൂറിന് കളിക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ നമുക്ക് നഷ്ടമാകും എന്നുള്ള കാര്യവും നമ്മൾ പരിഗണിക്കണം. അങ്ങനെയെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെ ഉണ്ടാകും? സ്വാഭാവികമായിട്ടും ഡ്യൂസൻ ലഗാതൂർ ഇല്ലെങ്കിൽ ഡ്രിൻസിച്ചിനെ തന്നെ വിദേശ താരങ്ങളുടെ ഒരു സ്ലോട്ടിൽ ഈ കളിക്കും ഇറക്കും. പിന്നെ വികാസ് യുംനാമിന് പരിക്കാണല്ലോ. അപ്പോൾ ഓൾ ഇന്ത്യൻ ഡിഫൻസിൻ്റെ സാധ്യതയും അവിടെ അവസാനിക്കുകയാണ്. സോ ഹോർബിയും ഡ്രിൻസിച്ചും ചേർന്നുകൊണ്ട് തന്നെ ഡിഫൻസിൽ ഇറങ്ങാനുള്ള സാധ്യത നമ്മൾ കാണുകയാണ്. പിന്നെ ഐബാന് പകരം ആ ഒരു പൊസിഷനിൽ നവോച്ച വരും എന്ന് വേണം മനസ്സിലാക്കാൻ. മധ്യനിരയിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഡ്യൂസൻ ലഗാതൂർ ഇല്ലെങ്കിൽ പിന്നെ ഫ്രെഡിയും വിപിൻ മോഹനും ഒരുമിച്ച് ഇറങ്ങാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. മുന്നേറ്റത്തിൽ നമുക്കറിയാവുന്ന പോലെ നോഹും അതുപോലെ ലൂണയും കോറും ഒക്കെ ഉണ്ടാകും. കുന്തമുനയായിട്ട് പെപ്രയെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്ലേയിങ് 11 എങ്ങനെ? ഗോൾ കീപ്പറായിട്ട് സച്ചിൻ തന്നെ, ഡിഫൻസിൽ ഹോർമിയും ഡ്രിൻസിച്ചും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഇരുപാർശ്വങ്ങളിലായിട്ട് സന്ദീപും അതുപോലെ നവോച്ചയും വരുമെന്ന് പ്രതീക്ഷിക്കാം. മധ്യനിരയിൽ ഫ്രെഡിയും അതുപോലെ വിപിൻ മോഹനനും, മുന്നേറ്റങ്ങളെ സഹായിക്കാൻ അഡ്രിയാൻ ലൂണയും സദോയും കോറുവും ഉണ്ടാകും. സ്ട്രൈക്കറുടെ റോളിൽ കോമെ പെപ്ര. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 11. ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.